ഡോക്ടർ ശരിക്കും ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ആ കുട്ടിക്ക് പാരസെറ്റമോൾ ഓവർ ഡോസേജ് പറ്റിയാണ്. അപ്പം ഡോക്ടർ ആ കുട്ടി പനിയായിട്ട് ഡോക്ടർക്ക് പോയി. നാച്ചുറലി ഡോക്ടർ പനിയിലെ മരുന്ന് കുട്ടിയുടെ നമ്മളെപ്പം പനിയിലെ മരുന്ന് ഏത് മരുന്നായാലും പീഡിയാട്രിക്സിൽ മരുന്ന് എഴുതുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കും. അപ്പോൾ എല്ലാ മരുന്നിൻ്റെ ഡോസും ആ കുട്ടിയുടെ 1 കിലോഗ്രാം വെയിറ്റിന് എത്ര മരുന്ന് കൊടുക്കേണ്ടത് അനുസരിച്ചിരിക്കും. ഡോക്ടർ അത് പ്രകാരം പാരസെറ്റമോൾ കൊടുത്തു കുട്ടിക്ക്. അപ്പോൾ പാരസെറ്റമോളിൻ്റെ ഡോസ് നമ്മൾ പറയാച്ചാൽ ആദ്യം കൊടുക്കുക നമ്മൾ 15 മില്ലിഗ്രാം 1 കിലോഗ്രാമിന് വെച്ചിട്ട് 3-4 നേരം കൊടുക്കും. അപ്പോൾ മാക്സിമം ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോസ് 60 മില്ലിഗ്രാമാണ് 1 കിലോഗ്രാമിന്. അത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡോസ്. ഇപ്പോൾ ഈ പാരസെറ്റമോളിൻ്റെ ഡോസ് കൊടുക്കുമ്പോൾ അതേമാതിരി നമ്മൾ പല പ്രിപ്പറേഷനിലും പാരസെറ്റമോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡ്രോപ്സ് ആയിട്ട് വരും, സിറപ്പായിട്ട് വരും. സിറപ്പ് തന്നെ 5 മില്ലിയിൽ 120 ഉണ്ട്, 250 ഉണ്ട്. ചില കമ്പനി 500 വരെ ഇറക്കുന്നുണ്ട്. ടാബ്ലറ്റ് ആണെങ്കിൽ 250 ടാബ്ലറ്റ് ഉണ്ട്, 500 ടാബ്ലറ്റ് ഉണ്ട്, 650 ടാബ്ലറ്റ് ഉണ്ട്, 1 ഗ്രാമിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ വയസ്സിന് കരുതി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറ്റുന്ന എപ്പോൾ നമുക്ക് പാരസെറ്റമോൾ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ഡ്രോപ്സും സിറപ്പും മാറിപ്പോകും. അപ്പോൾ ഡ്രോപ്സും സിറപ്പും എന്ന് വെച്ചാൽ ഡ്രോപ്സിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് സാധനങ്ങളാണ്. അപ്പം ഡ്രോപ്സിൽ വരുന്നത് വെച്ചാൽ 1 ml 100 മില്ലിഗ്രാം വരുന്നുണ്ട്, 100 മില്ലിഗ്രാം വരുന്നുണ്ട്. സിറപ്പ് ഡോക്ടർ കൊടുത്തത് 5 മില്ലി 120 കൊടുക്കേണ്ടതിന് പകരം ഈ കുട്ടികൾ ഇവർ എന്താ ചെയ്തത് വെച്ചാൽ ഇവർ ഡ്രോപ്സ് 1 മില്ലിയിൽ 100 മില്ലിഗ്രാം, അതായത് 5 മില്ലിയിൽ 500 മില്ലിഗ്രാം ഉള്ളതാണ് കൊടുത്തത്. അതായത് ഏകദേശം 4-5 ഇരട്ടി കുട്ടിയുടെ ഉള്ളിലെത്തി. അപ്പം ഏത് സാധനങ്ങളെ പോലെ ഇപ്പം ഭക്ഷണവും നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു ഓവറായിട്ട് കഴിച്ചാൽ ഭക്ഷണം ഒരു പോയിസണായി മാറുമല്ലോ. അതേപോലെ എല്ലാ മരുന്നുകളും നമ്മൾ കൊടുക്കുന്ന ഒരു ടോക്സിക് ഡോസ് ആ ലെവലിലെത്തിയാൽ നമ്മൾ ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങും. അതിൽ പാരസെറ്റമോൾ ബാധിക്കുക ലിവറിനെയാണ്. അപ്പോൾ ഈ കുട്ടി നമ്മൾ സാധാരണ പാരസെറ്റമോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 മില്ലിഗ്രാമാണ് 1 കിലോന് കൊടുക്കേണ്ട മാക്സിമം ഡോസ് ഒരു ദിവസം. ഈ കുട്ടിക്ക് ഇവരത് നമ്മൾ ഇത് 150 മില്ലിഗ്രാം 1 കിലോഗ്രാമിൽ ഒരു ദിവസത്തേക്ക് കൂടിയാൽ നമ്മൾ ടോക്സിക് ഡോസായി. ഈ കുട്ടിയുടെ ഡോസ് ഏകദേശം 170 മില്ലിഗ്രാം 1 കിലോഗ്രാമിനനുസരിച്ച് വരും. വെച്ചാൽ ടോക്സിക് ഡോസിൽ മേലെയാണ് ഈ കുട്ടിക്ക് കൊടുത്തത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഡോക്ടർ നമ്മളടുത്തേക്ക് വിട്ടു. നോക്കുമ്പോൾ എത്തുമ്പോഴേക്കിനെ ലിവറിൻ്റെ ഫംഗ്ഷൻ ഡോക്ടർ നോക്കുമ്പോൾ തന്നെ കുറച്ച് ആൾട്ടേർഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മളിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ നമ്മളൊരു NSAID എന്നൊരു മരുന്നാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ ലിവറിൽ ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണത്. ഇപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുക, ഈ ലിവറിൻ്റെ കുറച്ച് NSAID, OT, അതുപോലെ നമ്മൾ ഈ INR PT-INR അത് നോക്കുക നമ്മൾ. ഈ കുട്ടിയുടെ PT-INR വരുമ്പോൾ തന്നെ 1.2 എത്തി. 1.2 മേലെയാണ് അബ്നോർമൽ എന്ന് പറയാം. 1.2 താഴെ ആയിരിക്കണം. ഈ കുട്ടി ഒരു സ്റ്റേജിലെ കുട്ടിയത് 2.9 വരെ എത്തിയിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഇപ്പോൾ ആ കുട്ടിയത് കുറഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ 1.1 ഉള്ളൂ. അതായത് കുട്ടി ആ ഒരു അപകടനില തരണം ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനം വെച്ചാൽ ഈ മരുന്നിൽ നമുക്ക് കുട്ടിക്ക് ഈ റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്ത് നമുക്ക് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ പാരൻസ് എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഏത് മരുന്നായാലും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡോക്ടർ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ആ പ്രിപ്പറേഷൻ ഡോക്ടർ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ, ഡോക്ടർ പറഞ്ഞ ഡോസിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ വേണ്ടത് വെച്ചാൽ മരുന്ന് പല പല രൂപത്തിലും വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിലും ഓരോ തരത്തിലാണ് മരുന്നിൻ്റെ ഡോസേജ് വരുന്നത്. ഓരോ കമ്പനിയിലും ഓരോ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഏത് പ്രിസ്ക്രിപ്ഷനും ഡോക്ടർ എഴുതുമ്പോൾ അതേ മരുന്നാണ്, അതേ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം അതേ ഡോസിൽ അത് കൊടുക്കുന്ന ഉറപ്പാക്കുക. അല്ലെങ്കിൽ ഇത് ഡോസ് കൂടിയാൽ കുട്ടിക്ക് മരുന്നാന്ന് നമ്മൾ പറയുന്ന സാധനം കൂടി ഓവർ ഡോസേജ് ആകുമ്പോൾ നമുക്ക് കുട്ടിക്ക് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാം. അത് ലിവറാവാം, കിഡ്നി ആവാം, ബ്രെയിൻ ആവാം. ഇതൊക്കെ പലപ്പോഴും ലോങ് ടേം എഫക്റ്റ് വരെ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാക്കുക. അതുകൊണ്ട് മരുന്ന് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും വളരെ വളരെ ശ്രദ്ധിക്കുക. ഈ മെഡിക്കൽ ഷോപ്പിലെ ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾ ഇത്തരത്തിൽ ഈ മരുന്ന് കൊടുക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അതിപ്പോൾ എനിക്ക് അറിയില്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊരു തെളിവില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും പലപ്പോഴും നമ്മളെ പല ഒരു ക്വാളിഫിക്കേഷനിലെ ആൾക്കാരും പല മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്നതായിട്ടാണ് ഞാനൊക്കെ അറിയാം കേൾക്കുന്നത്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോകേണ്ട നല്ല എക്സ്പീരിയൻസ് ആയ ആൾക്കാർ മാത്രം നിൽക്കുക. എന്തെങ്കിലും സംശയം എപ്പോഴും വരുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒന്നുകിൽ വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഡോക്ടറെയോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളത് ഉറപ്പാക്കുക ഡോക്ടറെ. അതായത് സംശയത്തിൻ്റെ പേരിൽ ഒരു സാധനം കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നമുക്ക് ഗൂഗിൾ ചെയ്യാമല്ലോ. ഇപ്പം ഗൂഗിളിൽ നമ്മൾ ചെയ്ത സാധനങ്ങൾ ഇപ്പം ഡോക്ടർക്ക് ആ മരുന്നിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. ഡോക്ടർ ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അപ്പം
ആ മരുന്ന് അവിടെ നിർത്തിയിട്ട് നിങ്ങളതൊന്ന് ഉറപ്പാക്കുക, അതുതന്നെയാണ് മരുന്നല്ല. അത് മെഡിക്കൽ എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡോസ് നേരത്തെ ഈ കുട്ടിയിൽ സംഭവിച്ച മാതിരി നമ്മൾ ഒരു ഡ്രോപ്സിന് പകരം സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുത്തതാണ് ഈ കുട്ടിക്ക് പ്രശ്നമായത്. അതുപോലെ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നിങ്ങൾ പറ്റുന്നത്ര ഡോക്ടറെ തന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങിയ മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ഇതെന്നെ ശരിയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക. സംശയത്തിൻ്റെ പേരിൽ ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ 2 3 4 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ പറയും, അതുവരെ വെയിറ്റ് ചെയ്യാതെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് സംശയങ്ങൾ അപ്പം ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും നിങ്ങളെ സംശയം തീർക്കാനാണ് ഡോക്ടർമാരിരിക്കുന്നത്. ഡോക്ടറെ ഒന്നും കാണിക്കാതെ മരുന്ന് കൊടുക്കുന്നതും ഡേഞ്ചറാണ്. അതും നമ്മൾ പനി ഇപ്പം വരുമ്പോൾ കുട്ടിക്ക് വേറെ കാര്യമായ പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ രാത്രിക്കാന്ന് പനി വന്ന് പെട്ടെന്ന് ഡോക്ടർമാരെ പോയി കാണാൻ പറ്റില്ല. അപ്പം ഡോക്ടർ മുന്നേ എഴുതി അതേ ഡോസിൽ കൊടുത്തു നോക്കാം. പക്ഷേ കുട്ടി അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുട്ടിയുടെ കണ്ടീഷൻ വേഴ്സൺ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കാണാൻ പറ്റും, സംശയമില്ലാതെ.